നിങ്ങൾക്കറിയാമോ, മൃഗങ്ങൾക്കും ഡിമെൻഷ്യ വരാം. വളർത്തുനായ്കളിലും പൂച്ചകളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഡിമെൻഷ്യ കാണപ്പെടുന്നത്. ഇതിനെ കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന് പറയപ്പെടും. ഇതെങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ ഒരു 10-12 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ വളർത്തു മൃഗങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യും. മെയിൻ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഡിസോറിയന്റേഷനും കൺഫ്യൂഷനുമാണ്. അവരാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആഹാരം കഴിക്കാൻ ബൗളിൻ്റെ അടുത്ത് വരെ പോയാൽ അത് കഴിക്കാനാണെന്ന് മറന്നിട്ട് പിന്നെ തിരിച്ചു വരും. പിന്നെ റൂമുകളിലൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടർ ചെയ്യും. അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. പിന്നെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. മറ്റ് ആനിമൽസായിട്ടും നമ്മളുമായിട്ടൊക്കെ കുറച്ച് സോഷ്യലൈസ് ചെയ്യുള്ളൂ. പിന്നെ അവരുടെ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. രാത്രിയും പകലും ഒക്കെ വിട്ട് ഉറങ്ങാതെയും കണ്ടിന്യൂസ് സ്ലീപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ചില സമയത്ത് റെപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സും കാണും. ചെയ്യുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേക്കെ ഇരിക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്താൽ നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റും കെയറും കൊടുക്കാനും പറ്റും.